ബാംഗ്ലൂർ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ പ്രധാന സൂത്രധാരന്മാർ പിടിയിലായി. മുസാഫർ ഹുസൈൻ, അബ്ദുൽ താഹ എന്നിവരാണ് പിടിയിലായത്. ബംഗാളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം ചേരുന്നു. ഗൗതം, ഈ കൊൽക്കത്തയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് ഇവർ പിടിയിലായതെന്നൊക്കെ സൂചനകൾ കിട്ടുന്നുള്ളൂ. പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തയാളെ കുറച്ച് ദിവസം മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണോ ഇയാളെ അറസ്റ്റ് ചെയ്തതുമായി ഇയാൾ പിടിയിലായതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മുസാഫർ ഹുസൈനും അതോടൊപ്പം തന്നെ അബ്ദുൾ താഹയും ഈ രണ്ട് ഭീകരന്മാരും കൊൽക്കത്തയിൽ വ്യാജ പേരിലും വ്യാജ മേൽവിലാസവും നൽകി ഹോട്ടലുകളിലും മറ്റും കഴിയുകയായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയുടെ സഹായത്തോടു കൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് രാവിലെ കൊൽക്കത്തയിൽ നിന്നും മുസാഫർ ഹുസൈനെയും അതോടൊപ്പം തന്നെ അബ്ദുൾ താഹയെയും പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ചിക്കമംഗലൂർ സ്വദേശിയായിട്ടുള്ള മുസാമിൽ ഷെരീഫിനെ ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ മാസം അവസാനം അറസ്റ്റ് ചെയ്തു. ഇയാളാണ് സ്ഫോടക വസ്തുക്കളും മറ്റും എത്തിച്ചു കൊടുത്തത്. ഇയാളിൽ നിന്നാണ് ഈ രണ്ട് ഭീകരന്മാരെ പറ്റിയുള്ള വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത്. കഴിഞ്ഞ മാസം 1-ാം തീയതി മാർച്ച് 1-നാണ് ബംഗളൂരു നഗരത്തിലെ തിരക്കേറിയ കഫേയായിട്ടുള്ള രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്തിയത്. IS അനുകൂല സ്വഭാവമുള്ള ഭീകരരാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന് അന്ന് തന്നെ കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തിയിരുന്നു. NIA കേസന്വേഷണം ഏറ്റെടുത്ത ശേഷം തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ 18ഓളം സ്ഥലങ്ങളിൽ പരിശോധനയും ഒക്കെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ IS ഭീകരന്മാർ പിടിയിലായിരിക്കുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.